വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് വഴുതനങ്ങ തീയലാണ്. ഇതിനു വേണ്ട ചേരുവകൾ നോക്കാം. വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി, ഞാനൊരു 20 ചുവന്നുള്ളി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കറിവേപ്പില, മുളക് പൊടി, വാളംപുളി, ഉപ്പ്, തേങ്ങ. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു തീയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത്, വഴുതനങ്ങ തീയലാക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തു വെച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിന് ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാലക്കൂട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നേരം ഇത് നോക്കുക, ഇതിപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ആക്കിയത്. ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അന്നേരം ഈ ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി, ഞാൻ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. മസാല അധികം മൂത്ത് പോകാൻ വേണ്ടി പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. എല്ലാവരും കൂടുതലായിട്ടും ഉള്ളിത്തീയൽ, അതുപോലെ തന്നെ പാവയ്ക്ക തീയലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. വഴുതനങ്ങ തീയൽ വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നമ്മുടെ മസാല ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ്. അധികം മൂക്കാൻ വേണ്ടി പാടില്ല. പാത്രത്തിലെടുത്ത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്ത് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ അരയ്ക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്, വീണ്ടും നമ്മൾ ഇച്ചിരി എണ്ണയൊഴിച്ച് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ അതിൻ്റെ മസാലക്കൂട്ടാണ് ഉണ്ടാക്കിയത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആദ്യം കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉള്ളി ചെറുതായിട്ട്, കടുക് പൊട്ടിക്കുന്നതിന് പകരം വളരെ കുറച്ച് ഉള്ളി, അധികം വേണ്ട, ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വഴുതനങ്ങ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ആ വഴുതനങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അതായത് നമുക്കൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത്, നമ്മൾ ചെറുതായിട്ട് 20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വളരെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടുന്ന പോലെ പെട്ടെന്ന് വഴണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വഴുതനങ്ങ തോരൻ ഇഷ്ടപ്പെടുന്നില്ലാത്തവർക്ക് വെറൈറ്റി ആയിട്ട് ഇത് തീയൽ രൂപത്തിൽ ഇങ്ങനെ വെച്ച് നോക്കാവുന്നതാണ്. നേരം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇതിൻ്റെ പാകത്തിന് അടി പിടിക്കാതിരിക്കാൻ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നേരം ഏകദേശം നമ്മുടെ ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. വഴണ്ട് ഇതായി നമുക്കിനി ഇത്
ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആക്കി വെച്ച മസാല എടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അരപ്പിട്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഇതാവുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, നമ്മളത് അധികം വെള്ളം അരയ്ക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇനിയൊന്ന് തീയൽ എന്ന് പറയുമ്പോൾ കുറച്ച് ചാറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം അതിലേക്ക് ആ ഒരു ബാക്കി വന്ന മസാല ജാറിലുണ്ടായിരുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കാവുന്നതാണ്. ഇത് പാകത്തിനാണോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇച്ചിരി ഉപ്പ് കുറവാണ്, അന്നേരം നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇത്. ഇനി നമുക്ക് ഇടേണ്ടത് ഇതിനകത്തേക്ക് വാളംപുളി ഇടണം. ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അന്നേരം ഞാൻ ഒരു മുഴുത്ത കഷ്ണം വാളംപുളി എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ ആ ഒരു ചാറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഉള്ളിത്തൊയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.